ഇന്റർനാഷണൽ ഫിനാൻസിന്റെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ അതേപോലെ ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റുകളെ കുറിച്ചിട്ടാണ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു. അതേപോലെ 5 രീതിയിലാണ് അതിനെ സെഗ്മെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് 5 ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റുകളാണ് ഉള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ മണി മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസീസ്. ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം, അതായത് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ്, അതിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ഓഫ് ദി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. Borrowing or investing internationally requires the use of foreign exchange market for conversion of currencies. നമ്മളൊരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യാണ്, ഫണ്ട് ബോറോ ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണലി അല്ലെങ്കിൽ ബിയോണ്ട് നാഷണൽ ബൗണ്ടറീസിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം കറൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. Then foreign exchange market facilitates international trade and international transactions. ഇന്റർനാഷണൽ ട്രേഡും അതേപോലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും എൻഹാൻസ് ചെയ്യാൻ, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് സഹായിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അതിന്റെ ഡിഫറെന്റ് സെഗ്മെന്റ്സ്, 5 മാർക്കറ്റ് സെഗ്മെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്ലേസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലം, അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണത്. ദെൻ നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിന് അല്ലെങ്കിൽ നാഷണൽ ബൗണ്ടറീസിന്റെ അപ്പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ബോറോ ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറൻസീസ് എന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇന്റർനാഷണൽ ട്രേഡും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പറയണത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. ഇതൊരു OTC മാർക്കറ്റ് ആണ്, ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. അവിടെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല, ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഒരു ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല. ഇവിടെ കറൻസീസ് ട്രേഡ് ചെയ്യപ്പെടുന്നതും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതും കൺവേർട്ട് ചെയ്യപ്പെടുന്നതൊക്കെ ഓൺലൈൻ ത്രൂ ആണ്. അതായത് കമ്പ്യൂട്ടർ ടെർമിനൽസും ടെലിഫോൺസും ടെലക്സും അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒക്കെ യൂസ് ചെയ്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മേജർ ഓഫീസസിലാണ് ഇത്തരത്തിലുള്ള ട്രേഡേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവർ ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും കൺവേർട്ട് ചെയ്യുന്നതും ഒക്കെ. സോ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഇല്ല, അത് ഓൺലൈൻ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ഇതൊരു OTC മാർക്കറ്റ് ആണ്, ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല. മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഓഫീസുകളിലാണ് ട്രേഡേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവർ ഓൺലൈൻ ചാനൽസിലൂടെയാണ് ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് റേറ്റ്സ് യൂസ്ഡ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് റേറ്റുകൾ ഏതൊക്കെയാണ്, അതാണ് പറയാൻ പോണത്. While we exchange കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യാണ്, 2 രാജ്യങ്ങളുടെ കറൻസീസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് ചെയ്യുന്ന ആ ഒരു റേറ്റിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇന്ത്യയും US-ഉം നമ്മൾ ഡോളറും റുപ്പിയും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ടിങ് റേറ്റ് ആണ് ക്രോസ് റേറ്റ് എന്നുള്ളത്.
ദെൻ നമ്മളൊരു ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുകയാണ്, ഒരു ഇമ്മീഡിയറ്റ് ഡെലിവറി, അതായത് ഒരു 2 ബിസിനസ് ഡേയ്സിൻ്റെ ഒക്കെ ഉള്ളിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് ഡെലിവറി അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റേറ്റിനെയാണ്, അവിടുത്തെ ട്രാൻസാക്ഷൻ റേറ്റ് ആണ് സ്പോട്ട് റേറ്റ് എന്നുള്ളത്. കാരണം സ്പോട്ട് അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റേറ്റുകളാണ് നമ്മൾ പറയണത്. അതിൽ ആദ്യം പറഞ്ഞത് ക്രോസ് റേറ്റ് ആണ്, അതായത് 2 കറൻസീസ് എന്ത് ചെയ്യാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടുത്തെ റിസൾട്ടിങ് റേറ്റ്, അത് ക്രോസ് റേറ്റ് ആണ്. ദെൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്പോട്ട് ട്രാൻസാക്ഷൻ റേറ്റ് ആണ്, സ്പോട്ട് റേറ്റ് ആണ്. ദെൻ ഫോർവേഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചർ സ്പെസിഫൈഡ് ഡേറ്റിൽ, ഭാവിയിൽ ഇപ്പോൾ 2020 ജനുവരി 1 അല്ലെങ്കിൽ 2021 ജനുവരി 1 അല്ലെങ്കിൽ 2021 ജൂലൈ 1 ഞാൻ ഇന്ന കറൻസി പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന ആ ഒരു റേറ്റ്, ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് പറയുന്ന ആ ഒരു റേറ്റാണ് ഫോർവേഡ് റേറ്റ്. അതായത് ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യാണ് ഒരു സ്പെസിഫൈഡ് റേറ്റിന്, അതാണ് ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർവേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഫോർവേഡ് റേറ്റിൽ, അതായത് ഒരു ഫ്യൂച്ചർ റേറ്റിൽ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കുന്ന ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 1000 രൂപയ്ക്ക് ജനുവരി 1 ഞാൻ വാങ്ങിക്കോളാം എന്ന് ഞാനൊരു എഗ്രിമെൻ്റ് എഴുതി. സോ ആ ഒരു എഗ്രിമെൻറ്റിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യണം, 1000 രൂപ എന്നുള്ളതിന് ഞാൻ 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് ഫോർവേഡ് ഡിസ്കൗണ്ട്, ആ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള റേറ്റ്. ദെൻ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് വിച്ച് എ ഡീലർ ബൈ എ കറൻസി, ഒരു ഡീലർ ഒരു കറൻസി വാങ്ങുന്ന പ്രൈസ് ആണ് ബിഡ് പ്രൈസ്, അത് വിൽക്കുന്ന പ്രൈസ് ആണ്, അത് സെല് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ആസ്ക് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഏതൊക്കെയാണ് റേറ്റുകൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റേറ്റുകൾ. ക്രോസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു കറൻസിക്ക് പകരം മറ്റൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തെ റിസൾട്ടിങ് റേറ്റ് ആണ്. സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്പോട്ട് ട്രാൻസാക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡെലിവറി നടക്കുമ്പോഴത്തെ അവിടുത്തെ പ്രൈസ് ആണ്. ദെൻ ഫോർവേഡ് റേറ്റ് എന്നുള്ളത് ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്തോളാം ഇത്ര രൂപയ്ക്ക് എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ഫോർവേഡ് റേറ്റ്. അതിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫോർവേഡ് ഡിസ്കൗണ്ട്. ദെൻ ഒരു ഡീലർ കറൻസി വാങ്ങുന്ന റേറ്റ് ബിഡ് പ്രൈസും വിൽക്കുന്ന റേറ്റ് ആസ്ക് പ്രൈസും ആണ്. ഇനി പാർട്ടിസിപ്പൻസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ആരൊക്കെയാണ് ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസ്, അതാണ് നോക്കാൻ പോണത്. അവിടെ ഇമ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉണ്ടായിരിക്കും, ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും, ആർബിട്രേജേഴ്സ് ഉണ്ടായിരിക്കും, സ്പെക്കുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കും, ഹെഡ്ജേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് പാർട്ടീസ് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറീസ് ആയിട്ട് അവരെ തന്നെ ട്രാൻസാക്ഷന് സഹായിക്കുന്ന, ഒരു സ്മോൾ കമ്മീഷൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവരെ ട്രാൻസാക്ഷന് സഹായിക്കുന്ന ആളുകളാണ് ബ്രോക്കേഴ്സ്. ദെൻ ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്ക്ലെസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അതായത് പ്രൈസ് ഡിഫറൻസസിൽ നിന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസ് ഡിഫറൻസസിൽ നിന്ന് റിസ്ക്ലെസ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഭാവിയിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടും അല്ലെങ്കിൽ പ്രൈസ് കുറയുന്നുള്ള ധാരണയിൽ അത് വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുകയാണ്. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്ന് അതിന് 1000 രൂപയാണ്, നാളെ അത് 500 രൂപയാവും എന്നാണ് എൻ്റെ അസംഷൻ എന്നുള്ളത്. അപ്പം നാളെ അത് 500 രൂപയാകുമ്പോൾ നാളെ വിൽക്കുമ്പോൾ അതെനിക്ക് നഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് ഇന്ന് സെല്ല് ചെയ്യും. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്ന് അതിന് 500 രൂപയാണ്, നാളെ അതിന് 1000 രൂപയാവും. അപ്പോൾ ഇന്ന് വാങ്ങുമ്പോൾ 500 രൂപ കൊടുത്താൽ മതി, നാളെ വാങ്ങുമ്പോൾ 1000 രൂപ കൊടുക്കണം. സോ ലാഭം നോക്കി ഞാൻ അത് ഇന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ പ്രൈസ് ഫ്യൂച്ചറിൽ അത് നാളെ വില കൂടുമോ വില കുറയുമോ എന്നുള്ളത് അസ്യൂം ചെയ്ത് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സ് ഹോപ്പ് ചെയ്ത് അതിനനുസരിച്ച് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് സ്പെക്കുലേറ്റേഴ്സ്. ദെൻ നമുക്കറിയാം ഗവൺമെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകൾ,
അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ട്രഷറി ഡിപ്പാർട്ട്മെന്റുകൾ, മറ്റ് ഗവൺമെന്റ് ഏജൻസീസ് എല്ലാം മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ എക്സ്ചേഞ്ച് റേറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് തന്നെയാണ്. മോസ്റ്റ്ലി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെയാണ്. അവർ ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ they wish to protect themselves from the risk involved in the price movements. മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെന്റ്സിനനുസരിച്ചിട്ട് ഒരു ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കും. അതായത് റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടി, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മൂവ്മെന്റ്സിനനുസരിച്ചിട്ട് ഹെഡ്ജ് ചെയ്യാൻ, അതായത് ഒരു ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കുന്ന ആളുകളാണ് ഹെഡ്ജേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ്. ഇമ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, ആർബിട്രേജേഴ്സ് ഉണ്ട്, അതേപോലെ സ്പെക്കുലേറ്റേഴ്സും ഗവൺമെന്റും ഹെഡ്ജേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന് 5 സെഗ്മെന്റുകൾ ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ സെഗ്മെന്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റേറ്റുകൾ പറഞ്ഞു. ക്രോസ് റേറ്റ് പറഞ്ഞു, സ്പോട്ട് റേറ്റ് പറഞ്ഞു, ഫോർവേഡ് റേറ്റ് പറഞ്ഞു, ഫോർവേഡ് ഡിസ്കൗണ്ട് പറഞ്ഞു, ബിഡ് പ്രൈസ് പറഞ്ഞു, ആസ്ക് പ്രൈസ് പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.